നമസ്കാരം. അഭ്യംഗം അഥവാ എണ്ണ തേച്ചുകുളി എന്നുള്ളത് ദിവസവും ശീലിക്കേണ്ട ഒന്നാണ്. ഇതിൽ അഭ്യംഗമാചരേ നിത്യം സജരാശ്രമവാദ ദൃഷ്ടിപ്രസാദ പുഷ്ടിയായു സ്വപ്ന സുപ്തോക്ത ദാർഢ്യകൃത് എന്നുള്ളത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. തുളസി ഇത് ചർമ്മത്തിൻ്റെ നിറം മങ്ങുവാൻ കാരണമാകുന്നതും അതല്ലേ ചർമ്മത്തിൻ്റെ ഉപരിതലത്തിൽ അഴിഞ്ഞുകൂടിയ വരണ്ടതും നിർജീവവുമായ ചർമ്മകോശങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനുള്ള പ്രകൃതിദത്ത ഒരു ക്ലെൻസറാണ് എന്ന് വേണം പറയാം. പിന്നെ ഇൻഫെക്ഷൻസൊക്കെ തടയാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചെത്തി അല്ലെങ്കിൽ തെച്ചിപ്പൂ എന്നൊക്കെ പറയും. നന്നായി പൊക്കം വെക്കാത്തതാണ് നമ്മൾ മരുന്നിന് എടുക്കാറുള്ളത്. ചർമ്മത്തിൻ്റെ അലർജി കുറയ്ക്കാനൊക്കെ ചെത്തി ബഹുഗേമനാണ്. ഇതിൻ്റെ തിളപ്പിച്ചാറിയ വെള്ള ശരീരവേദനയൊക്കെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തേത് കറ്റാർവാഴയാണ്. 96% ജലാംശം അടങ്ങിയിട്ടുള്ള അലോവേര മുഖക്കുരു, കറുത്ത പാടുകൾ, ഡ്രൈ സ്കിൻ ഇതൊക്കെ മാറ്റി ക്ലിയർ സ്കിന്നാക്കാനും മുഖത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഈർപ്പം നിലനിർത്താൻ, pH ലെവൽ നിലനിർത്താൻ ഇതിനൊക്കെ സഹായിക്കുന്നതാണ്. ഈ ഒരു കാണിക്കുന്ന ഇല എന്ന് പറയുന്നത് തേക്കിൻ്റെ തളിരിലയാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം വെച്ചതുകൊണ്ട് കളറ് മാറിപ്പോയതാണ്. ഫ്രഷ് ഇല നിങ്ങൾ എടുക്കുക. അതിൽ ചർമ്മത്തിൻ്റെ തടുപ്പ്, കൊതുക് കുത്തിയാൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പൊള്ളിയാലോ ഷേവ് ചെയ്താലോ ഒക്കെ മുറിഞ്ഞാലൊക്കെ ഉണ്ടാവുന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ നല്ലതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ശരീരത്തിൽ ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ സഹായിക്കും. അതൊന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ഇനി അതുപോലെ ക്യാരറ്റും ബീട്രൂട്ടാണ്. ബീട്രൂട്ട് എന്ന നിരവധി ആരോഗ്യ ആനുകൂല്യങ്ങൾക്ക് പേര് കേട്ട ഒന്നാണ്. ക്യാരറ്റ് ആണെങ്കിലും സമൃദ്ധമായിട്ടുള്ള പോഷക സ്രോതസ്സായിട്ടുള്ളതാണ് ക്യാരറ്റ്. ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒരുപോലെ ഗുണകരമാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ബീറ്റ കരോട്ടീൻ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചർമ്മം തിളങ്ങാൻ ഏറെ സഹായകരമാണ്. ഇനി അടുത്തത് 2 ആയുർവേദ മരുന്നുകളാണ്. മഞ്ചിഷ്ടയും ഇരട്ടി മധുരവും. പുറമേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള പൊടിപടലങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് മോശമായി പോകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ തന്നെ നമ്മളെ ചെറുത്ത് നിർത്താൻ സഹായിക്കുന്നതാണ്. അതുപോലെ ഇരട്ടി മധുരം എന്ന് പറഞ്ഞാലും ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു 40 വയസ്സിന് ശേഷമൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണിലെ വ്യതിയാനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഏജ് സ്പോർട്സുകളായിട്ടോ അങ്ങനെ പല രീതിയിൽ മെലാസ്മ, കരിമംഗല്യം പ്രശ്നങ്ങളൊക്കെ വരാറില്ലേ, അതൊക്കെ മാറ്റാൻ നല്ലൊരു ഒന്നാണ് ഇരട്ടി മധുരം എന്നുള്ളത്. പിന്നെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോ തരാൻ, തിളക്കം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സ്കിൻ ടോൺ തന്നെ മാറ്റി മറയ്ക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഓരോ പിടി വീതം എടുത്താൽ മതി ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ. ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ഈ ഒരു പരുവം കേട്ടോ, അതിൽ കാണിച്ചിരിക്കുന്ന മണൽ പരുവം പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമുള്ള ഖരഭാഗത്തിലെത്തുമ്പോൾ നമുക്ക് ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ്.